നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഎം സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുകയാണ്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ RSS കൂട്ടുകെട്ട് പരാമർശം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചുവോ എന്ന കാര്യത്തിലും ചർച്ചകളുണ്ടാവും. ഭാരതാംബ വിവാദവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു നിലപാടിലേക്ക് സെക്രട്ടേറിയറ്റ് എത്തിയാൽ ഇത്ര നല്ലൊരു സ്ഥാനാർത്ഥി പിന്നെ എങ്ങനെ തോറ്റു എന്നുകൂടി വളരെ വിശദമായി പറയേണ്ടി വരും. അതിൽ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പങ്കുണ്ടോ, മറ്റെന്തെങ്കിലും ഘടകങ്ങൾ വർക്കായോ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇന്നത്തെയും നാളത്തെയും ചർച്ചകൾ? ശ്രീജ, എം വി ഗോവിന്ദന്റെ പ്രസ്താവന തിരിച്ചടിച്ചു എന്ന വിലയിരുത്തൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി. എം വി ഗോവിന്ദന്റെ പരാമർശം, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു. സിപിഎമ്മിന് വർഗീയ ശക്തികളുമായി RS ഉൾപ്പെടെ ശക്തികളുമായി നേരത്തെ കൂട്ടുകെട്ടുണ്ടായിരുന്ന പ്രസ്താവന അനവസരത്തിലായിപ്പോയി. ഇത്തരം പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് തന്നെ കടുത്ത വിമർശനം നേതാക്കളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നൊരു പൊതു വിലയിരുത്തൽ യോഗത്തിലുണ്ടായി. പക്ഷെ അപ്പോഴും സിപിഎമ്മിന്റെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയുന്ന അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടില്ല. പക്ഷേ എം സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്ന ശേഷവും അദ്ദേഹത്തിന് വ്യക്തിപരമായി നല്ല സ്വാധീനമുണ്ടായ സ്ഥാനാർത്ഥിയാണ്. ആ വ്യക്തി സ്വാധീനം വോട്ടായി മാറുകയും ചെയ്തു. പക്ഷേ അത് പ്രതിഫലിക്കാത്തതിന് കാരണം പാർട്ടിയുടെ അനുഭാവി വോട്ടുകൾ ചോർന്നു. 9 വർഷത്തിലേറെ അവിടെ MLA ആയിരുന്ന PV അൻവറിന് പാർട്ടിയുടെ അനുഭാവി വോട്ടുകൾ പോലും ലഭിച്ചിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അൻവറിന്റെ സ്വാധീനം, അൻവറിന്റെ എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയി എന്ന ഒരു സ്വയം വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി തന്നെ അൻവറിനെ കാര്യമായി പ്രതിരോധിക്കാൻ, ആക്രമിക്കാൻ നേതാക്കൾ കഴിഞ്ഞില്ല. അൻവർ ഘടകമേ അല്ല എന്ന് പറഞ്ഞ് നിസ്സാരവത്കരിക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ചെയ്തത്. അത് ശരിയായോ എന്ന സംശയം മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അൻവറിനെ കടന്നാക്രമിക്കേണ്ടതായിരുന്നു. ആ ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി യോഗത്തിൽ മാത്രമാണ് അൻവറിനെതിരെ വഞ്ചകൻ, പാർട്ടിയെ ഒറ്റുകൊടുത്തയാൾ തരത്തിലുള്ള പരാമർശം ഉണ്ടായത്. മറ്റു നേതാക്കൾ കാര്യമായി അൻവറിനെ തൊടാതെ പോവുകയായിരുന്നു. അത് ശരിയായില്ല എന്നൊരു വിമർശനം യോഗത്തിൽ ഉയർന്നു. മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ. എം വി ഗോവിന്ദനെതിരെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിമർശനം ഉയർന്നു. അത് പേരെടുത്തു പറയാതെയാണ് നേതാക്കൾ വിമർശിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നേതാക്കളുടെ നാവുപിഴ സിപിഎമ്മിന് കൊടുക്കുന്നത് ആദ്യമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസിനെ നടത്തിയ പരാമർശങ്ങൾ, കഴിഞ്ഞ തവണ AK ബാലനും അതുപോലെ തന്നെ NN കൃഷ്ണദാസും ഒക്കെ നടത്തിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ പരാമർശങ്ങൾ, അതൊക്കെ സിപിഎമ്മിന് ഒരു തിരിച്ചടിയായെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിലൊരു പക്വമായ ഇടപെടൽ നടത്തുകയും ഇത്തരം വിമർശനം നടത്തുന്നവരെ പോലും തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സിപിഎം ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ കോൺഗ്രസിനെ അടിമുടി പ്രതിരോധത്തിലാക്കി കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോയ സിപിഎം പ്രതിരോധത്തിലായത് സംസ്ഥാന സെക്രട്ടറിയുടെ അസമയത്തുള്ള അപക്വമായ വാക്കുകൾ തന്നെയാണെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് പാർട്ടി നേതാക്കൾ രഹസ്യമായി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ രീതിയിലുള്ളൊരു വിലയിരുത്തൽ നടത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും കടുത്ത വിമർശനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലും അത്തരം പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ല. അത് പാർട്ടിയുടെ സാധ്യതയെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, അതും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബാധിച്ചു എന്നൊരു വിലയിരുത്തൽ സിപിഎം നേതാക്കൾക്കുണ്ടായി. ഇത് ഒരു ഔദ്യോഗിക രേഖയായി മാറുമോ, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിലും സമാന വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരും. അതുകൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വയം വിമർശനമായി എം വി ഗോവിന്ദൻ തുറന്ന് സമ്മതിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഗോവിന്ദന്റെ പരാമർശം സിപിഎമ്മിന് തിരിച്ചടിയായെന്ന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ശരി, വി അരുൺ.